എനിക്ക് സാധാരണ രണ്ട് കൂട്ടരെ ഇഷ്ടമല്ല. ഒന്ന് എഴുത്തുകാരെ ഇഷ്ടമല്ല, പാട്ടുകാരെ ഇഷ്ടമല്ല. രണ്ടുപേരോട് എനിക്ക് ഭയങ്കര അസൂയാണ്. കാരണം എനിക്ക് എഴുതാൻ പറ്റാറില്ല, എനിക്ക് പാട്ടും പാടാൻ പറ്റാറില്ല. ഭയങ്കര അസൂയ കലർന്നൊരു ദേഷ്യം ഉണ്ടല്ലോ, അതിൽ ബഹുമാനവും ആദരവും എല്ലാം ഉണ്ട്. അവര് ദൈവത്തിന്റെ വരദാനം പോലെയാണ് അവർ എഴുതുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ് വാക്കുകളിലൂടെ. MTയുടെ ഒക്കെ നോവലുകൾ നിങ്ങൾ വായിക്കണം. എന്തൊരു രസകരമായ മഞ്ഞിലെ വിമല എന്ന് പറയുന്ന കഥാപാത്രം, നാലുകെട്ട്, കാക്കനാടന്റെ പുസ്തകങ്ങൾ, തകഴിയുടെ, കേശവദേവിന്റെ, അങ്ങനെ എത്രയോ എഴുത്തുകാരുടെ മലയാളം സമ്പന്നമാണ്. നിങ്ങൾ ഇംഗ്ലീഷാണ് വായിക്കുന്നതെങ്കിൽ ലോകത്ത് നോബൽ സമ്മാനിതരായ എത്രയോ എഴുത്തുകാരുണ്ട്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിനെ പോലെ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 1-ാം നമ്പർ എഴുത്തുകാരൻ ടർക്കിഷ് എഴുത്തുകാരനായ ഓർഹാൻ പാമുക്കിന്റെ സ്നോ, മെമ്മയർ ഓഫ് ഇസ്താംബുൾ, ഏറ്റവും അവസാനം അദ്ദേഹം ഇറക്കിയ നൈറ്റ് ഓഫ് ദ പ്ലേഗ് എന്ന് പറയുന്ന അതിമനോഹരമായ ചരിത്രവും ഫിക്ഷനും എല്ലാം നിറഞ്ഞ പുസ്തകങ്ങൾ. എത്രമാത്രം വലിയ ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്, നിങ്ങൾ വായിക്കണം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും PN പണിക്കർ സാറിനോടുള്ള നമ്മുടെ ആദരവും ബഹുമാനവും നമ്മൾ സമർപ്പിക്കുന്നത് ഞാൻ ഇന്നു മുതൽ വായന തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായനയ്ക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമില്ല. നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, കളിക്കുന്നത് പോലെ, പഠിക്കുന്നത് പോലെ, ഫോണിൽ കുത്തിയിരിക്കുന്നത് പോലെ ഒരു സമയം അതിനായി നിങ്ങൾ മാറ്റിവെക്കണം. ഇന്ന് തീരുമാനമെടുക്കണം, പ്രതിജ്ഞയാണ്. ഇന്ന് ഞാൻ എൻ്റെ നിങ്ങളോടുള്ള സ്നേഹപൂർവമായ ഒരു അപേക്ഷയാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും വായന തുടങ്ങണം, വായനയുടെ ലോകത്തേക്ക് പോകണം. അതൊരു അത്ഭുതകരമായ വിസ്മയകരമായ ഒരു ലോകമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് കേൾക്കുന്നത് അല്ലേ? ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എഴുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക് സിംഗുലാരിറ്റി ഈസ് നിയറർ, റേ കൾസ്വെൽ എഴുതിയ പുസ്തകം വായിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തി. അതിൽ വേറൊരു പുസ്തകം നെക്സസ് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമാണ്. ഹോമോസാപ്പിയൻസ് എഴുതിയ യുവാൽ ഹരാരെ എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകത്തിലും പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കും. അവർ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ മനുഷ്യൻ ഇതുവരെ ഒരുപാട് ക്രിയേഷൻസ് നടത്തിയിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് കുഴപ്പം പിടിച്ച കാര്യങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ നിയന്ത്രണത്തിലാണ് ആ കണ്ടുപിടുത്തങ്ങളെല്ലാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ല. ചോദിക്കാണ്, ഒരു കടാര മനുഷ്യനുണ്ടാക്കിയതാണല്ലോ, ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ, എത്ര പേരെ വേണമെങ്കിലും കുത്തിക്കൊല്ല. പക്ഷെ ഇവിടെ ഈ ടേബിളിൽ വെച്ചാൽ കടാര എന്തൊരു പാവമാണ്, ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരെങ്കിലും കുത്തിക്കൊല്ലോ? ഇല്ല. ഒരു ഫുൾ ഓർഡർ റിവോൾവർ എത്ര പേരെ വെടിവെച്ചു കൊല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ ടേബിളിൽ വെച്ചാൽ പാവം റിവോൾവർ, ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരെങ്കിലും വെടിവെക്കുവോ? ഇനി മനുഷ്യനുണ്ടാക്കി അതിനേക്കാൾ വലിയൊരു കുഴപ്പമുണ്ട്. എന്താണ്? ബോംബ്. ഒറ്റയ്ക്ക് എഴുന്നേറ്റൊരു വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുമോ? ഇല്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ല. റേ കൾസ്വെൽ പറയുന്നു, ഈ ദശകത്തിന്റെ, ഈ ഡെക്കേഡിന്റെ അവസാനം എത്തുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പം എത്തും, നമ്മുടെ ബുദ്ധിശക്തിയുടെ ഒപ്പം. പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇന്റലിജന്റ് ആവും. ഇപ്പൊ മനുഷ്യന്റെ സൃഷ്ടികളിൽ, മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലാദ്യമായി മനുഷ്യൻ സൃഷ്ടിച്ച ഒന്ന് മനുഷ്യനേക്കാൾ ബുദ്ധിശക്തി നേടുന്ന ലോകത്തിലേക്ക് വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺട്രോൾ ചെയ്യാണ് ലോകത്തെ. പുതിയ അറിവുകളാണ് ഉണ്ടാകുന്നത്, പുതിയ തൊഴിലവസരങ്ങളാണ് ഉണ്ടാകുന്നത്, പുതിയ കോഴ്സുകളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കോഴ്സുകൾ പലതും ഇല്ലാതാവുകയാണ്. ഞങ്ങൾ ഇന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. എന്താ വാച്ച് ടവർ? ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കണം. ഓരോ സെക്ടറായിട്ട് തിരിച്ച് ഓരോ എക്സ്പെർട്ടുകളെ നിയമിക്കും. അവരത് പഠിച്ചിട്ട് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യണം. ഗവൺമെന്റ് അതിനനുസരിച്ച് കരിക്കുലം, നിങ്ങളുടെ സിലബസ് മാറ്റണം, പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം, പുതിയ കാലത്തെ കോഴ്സുകൾ.
5 കൊല്ലം കഴിഞ്ഞാൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ നിങ്ങൾ പഠിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ ആ കോഴ്സായിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. അതിന് കാനഡയിൽ പോവണ്ട, ജർമ്മനി പോവണ്ട, ഓസ്ട്രേലിയ പോവണ്ട, UK പോവണ്ട. ഈ കേരളത്തിൽ ആ കോഴ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസം തേടി, തൊഴിൽ നേടി നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ വീട്ടിൽ നിർത്തി നിങ്ങൾ പോകണമെന്നല്ല. അവിടെ പോയി നിങ്ങൾ പഠിക്കുന്ന കോഴ്സും തൊഴിലവസരങ്ങളും നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണം. നിങ്ങൾക്കറിയാമോ, ജനസംഖ്യയെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു വന്നത്, ജനസംഖ്യ കൂടിയാൽ, കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ കവിതയുണ്ട് രസകരമായ, ജനസംഖ്യ കൂടിയാൽ സംഭവിക്കാൻ പോണ കാര്യത്തെ പറ്റി. ജനസംഖ്യ കൂട്ടരുത്, ഫാമിലി പ്ലാനിങ് വേണം, 1 2 ഒരു വീട്ടിൽ മതിയെന്ന്. ഇപ്പൊ എന്താ സ്ഥിതി? നമ്മൾ പറയും ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയും. ഡെമോഗ്രഫി എന്ന് പറയുന്ന ജനസംഖ്യയാണ്. അതിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നിങ്ങളാണ്, ചെറുപ്പക്കാരാണ്. 65% യുവത്വമാണ്, ചെറുപ്പക്കാരാണ്. അപ്പൊ അത് നാടിന് അത് പ്രയോജനപ്പെടും. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആയ നിങ്ങളെല്ലാം വിദേശത്തേക്ക് പോയാലോ? അപ്പൊ കേരളത്തിൽ പ്രായമായ ഞങ്ങൾ കുറെ പേര് കൂടി, ഞാൻ വെറുതെ പറഞ്ഞ എനിക്ക് പ്രായമായ ഈ കുര്യൻ സാറിനൊക്കെ ഒരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞ, നമ്മൾ മാത്രമാവും പ്രായമാവരും. കേരളത്തിന്റെ ജനസംഖ്യയിൽ ചെറുപ്പക്കാർ കുറയുകയും പ്രായമായവർ കൂടുകയും ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നില്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. കേരളത്തിന് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, രാജ്യത്തിന് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം.